ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നേക്ക് എൻ്റെ മകനൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണെന്ന് വെച്ചാൽ അവൻ സ്കൂളിൽ നിന്നേക്ക് അവർക്ക് ഇന്നേക്ക് നേവി ഡേ ആണ്. അപ്പോൾ നേവി ഡേക്ക് അവൻ NCC ഡ്രസ്സെല്ലാം അവൻ NCC കേഡറ്റാണ്. അവൻ NCC ഡ്രസ്സെല്ലാം ഇട്ടിട്ട് റെഡിയാവുകയാണ്. അപ്പോൾ അവൻ എന്താ പറയാനുള്ളത് നോക്കാം. ഹായ്, ഹാപ്പി നേവി ഡേ. മമ്മി ഒരു ചെറിയ റിക്വസ്റ്റ്. എന്താപ്പാ? വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്നത്. ശരി, നോക്കട്ടെ. ഓക്കെ. ഇപ്പോൾ അവൻ സ്കൂളിട്ട് വരാണ്ട് നേരമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവന് വേണ്ടിയിട്ടൊരു ചെറുതായിട്ടൊരു സ്വീറ്റ് മാതിരി, അത് സ്വീറ്റ് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അവിൽ കൊണ്ട് ഒരു ചെറിയ സ്വീറ്റ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 1/2 ലിറ്റർ പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നന്നായിട്ട് തിളച്ച് വരണം, അതിനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ സ്കൂളിട്ട് വരുമ്പോഴേക്കും അവൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇതേപോലെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന് സന്തോഷമാവും. ഒരുപാട് ടയേർഡായിട്ടാവും വരികയുണ്ടാവുക ഇന്ന് സ്കൂളിൽ നിന്ന്. ശരി, ഇത് കണ്ടാൽ കുറച്ച് സന്തോഷമാവട്ടെ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ സമയത്ത് ഉച്ചനേരമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്കൂൾ 2:30-3 മണിക്കെല്ലാം സ്കൂൾ വിടും. അപ്പോൾ ഇപ്പോൾ ചെയ്താവും വരുമ്പോഴേക്കും അവൻ കഴിക്കാൻ കറക്റ്റായിട്ടുണ്ടാവും. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് കുറുകുമ്പോഴാണ് ഞാനതിലേക്ക് എന്താ ഇടാൻ പോകണമെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കണത്. ഞാൻ ചെയ്യാൻ പോണത് അവിൽ പായസമാണ്. അവൽ, നല്ല മട്ട അരിയുടെ അവലുണ്ട്. അത് ഞാൻ കഴുകി, അരി ഇടുമ്പോൾ കാണിച്ചു തരാം. കഴുകി 2 പ്രാവശ്യം കഴുകിയിട്ട് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിട്ട് വാരാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇടുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പാലൊന്ന് തിളക്കട്ടെ. പാൽ നന്നായിട്ടൊന്ന് വെന്ത് കുറുകിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇപ്പോൾ അവിൽ ചേർക്കാൻ പോവുകയാണ്. എന്താ, കഴുകി നല്ല കുതിർത്ത് വെച്ച അവിലാണ്. നല്ല മട്ട അവിലാണ്. 1-2 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്, നന്നായിട്ട് കുതിർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ചേർക്കാൻ പോവുകയാണ്. കുറച്ചായിട്ട് ചേർക്കണം. മെല്ലെ ഇളക്കി കൊടുക്കണം. ഇനി കുറച്ച് കൂട്ടി വെച്ചോളൂ, അപ്പോൾ അത് ഇനി സെറ്റ് ആവത്തുള്ളൂ. ഇതൊന്ന് കടന്നൊന്ന് തിളക്കട്ടെ. നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഇത് കാണാണ്ടാവും. ഇത് കുതിർത്ത അവിലായതുകൊണ്ട് വേഗം വെന്ത് കിട്ടും. അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഒരു തിളച്ചാൽ നമ്മൾ തീ കുറഞ്ഞ് സ്ലോ ആക്കി വെച്ചാൽ മതി. തീ കൂട്ടി വെക്കേണ്ട, തീ കമ്മിയാക്കി വെച്ചതുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ പെട്ടെന്നാവും. തീ കൂട്ടി വെക്കുമ്പോൾ നോക്കുകൊണ്ട് പെട്ടെന്ന് തിളച്ച് പൊന്തും ചെയ്യും. തിളക്കി കണ്ടില്ല. എളുപ്പമാണ് കേട്ടോ, ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റ് വേണം കഴിക്കാൻ. ഇതിൽ വേറെ ഞാൻ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കണില്ല. പാല്, അവല്, പിന്നെ ഞാൻ ഇതിൽ നമ്മൾ സാധാരണ പഞ്ചസാരയാണ് ചേർക്കാറ്. അപ്പം ഞങ്ങൾ ഇതിന് പകരം, പഞ്ചസാരയ്ക്ക് പകരം ഞാൻ പറഞ്ഞന്ന് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ചായക്കൊക്കെ ഞങ്ങൾ അധികവും കരിമ്പ് ചക്കരയാണ് ഉപയോഗിക്കാറെന്ന്. തിളയ്ക്കുന്നുണ്ട് ഇത് നല്ലതായിട്ട്. തിളയ്ക്കുമ്പോൾ തന്നെ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ട കരിമ്പ് ചക്കര ചേർക്കുകയാണ്. ഞങ്ങളിവിടെ കരിമ്പ് ചക്കരയാണ് അധികം ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ എല്ലാ പായസത്തിനും കരിമ്പ് ചക്കരയാണ് ഞങ്ങൾ ഇടാറുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ പായസത്തിന് ആവശ്യമായിട്ടുള്ള കരിമ്പ് ശർക്കര ചേർക്കുകയാണ്. ഇത് ദേഹത്തിന് നല്ലതാണ് കരിമ്പ് ചക്കര. പഞ്ചസാരയെക്കാട്ടും നല്ലതാണ് ഇത്. ഇതാണ് അധികം ഉപയോഗിക്കേണ്ടതാണ് പറയുന്നത്. ഞങ്ങളിപ്പോൾ കുറേയൊക്കെ തന്നെ ഉപയോഗിക്കാറുള്ളൂ. മതിയാവും. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ കമ്മിക്ക് കൊള്ളുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ പെട്ടെന്ന് തിളച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഇളക്കട്ടെ.
മധുരം ഉണ്ടോയെന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളുകൊണ്ടോ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളുകൊണ്ടോ. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കരിമ്പ് ചക്കര ഇട്ടപ്പോൾ അതിൻ്റെ കളറേ മാറിപ്പോയി, കണ്ടില്ലേ, കാണാണ്ടല്ലേ. നല്ല ടേസ്റ്റാണ്. ഇനി ഇത് ഒരുപാട് കുറുക്കണ്ട, കാരണം ഇത് അവിൽ ഇനി കുറച്ച് കഴിഞ്ഞ് ഇതിൽ ഈ വെള്ളമൊക്കെ ഇങ്ങോട്ട് ഒന്ന് വറ്റിയിട്ട് അവിൽ മാത്രമാവും ഒരുപാട് കുറുക്കിയ. കുറച്ച് വെള്ളം പോലെ ഈ ഒരു ഇതിലേ ഇരിക്കട്ടെ. ഇതിലും കമ്മിയാക്കി വെള്ളം കമ്മിയാക്കിയിട്ടുണ്ടെങ്കിൽ അവിൽ കുറച്ച് വെള്ളം കുടിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. അവിൽ മാത്രമായിട്ട് നിൽക്കും. ഇപ്പം ഞാൻ ഇതിലേക്ക് ഇപ്പം ഞാൻ വേറെ ഒന്നും ചേർക്കില്ല. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് ചേർക്കുന്നത്, വേറെ ഒന്നുമില്ല. നെയ്യ് കുറച്ച് നന്നായിട്ട് ചേർക്കുന്നുണ്ട്. വേറെ ഒന്നും ഞാൻ അതിൽ ചേർക്കുന്നില്ല. 2 സ്പൂൺ നെയ്യ് ഇടാനായിട്ട്. അപ്പം നെയ്യ് നന്നായിട്ട് ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ പായസം റെഡിയായി, അവൽ പായസം. ഇതിൽ വേണമെങ്കിൽ ഏലക്കൊക്കെ ഇടാം. ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഏലക്കൊന്നുമില്ല, ഏലക്കൊക്കെ തീർന്നു. ഞാൻ അപ്പോൾ ഇതിലൊന്നും ചേർക്കുന്നില്ല, വെറും നെയ്യ് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇത് ഒരുപാട് വേവിക്കേണ്ട, കാരണം അവൽ ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഇതൊരു ചോറിൻ്റെ ടൈപ്പ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അവിൽ തോന്നണമെന്നല്ല, നമ്മൾ അരിയിൽ നിന്ന് ഉണ്ടാക്കണത് തന്നെയാണല്ലോ, നെല്ലിൽ നിന്ന് ഉണ്ടാക്കണത് തന്നെയാണല്ലോ അവിൽ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വേവിച്ചാൽ ഒരുപാട് കുഴഞ്ഞ് ഒരുമാതിരിയാവും. ഇപ്പം ഇങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പായസത്തിൻ്റെ പണി. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ഞാൻ അടുത്തത് അവന് വേണ്ടിയിട്ട് വരുമ്പോൾ ഫസ്റ്റ് പായസം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവൻ വരുമ്പോഴേക്കും അവനൊരു നല്ല ചൂടുണ്ട്. അപ്പോൾ അവനൊരു ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ജ്യൂസ് റെഡിയാക്കാം. ഇപ്പോൾ ഞാൻ അവന് വേണ്ടി ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു സൈസ് കുറച്ച് വലിപ്പമുള്ള നല്ല സൈസിലുള്ള ഒരു പോമഗ്രാനൈറ്റ് തൊലിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ജാറിൽ പോമഗ്രാനൈറ്റ് ജ്യൂസ് അടിക്കാൻ വിചാരിച്ചിട്ട് ഇതിലൊരു ജാറിലേക്ക് മാറ്റിയാണ്, മിക്സിയുടെ ജാറിലേക്ക് എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിക്കാൻ പോവാണ്. കുറച്ച് പാല്, ഒരു 1/4 ലിറ്റർ പാലുണ്ടാവും. 200 ഗ്രാം പാലുണ്ടാവും. പാലൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇടുകയാണ്. അത് മതി, പഞ്ചസാര മതിയാവും. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ട്. ജ്യൂസ് ഞാനൊരു പാത്രത്തിലേക്ക് ആക്കാൻ വേണ്ടി ഗ്ലാസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഗ്ലാസ്സിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യമുള്ള ഐസ് ക്യൂബ് ഇടുകയാണ്. ഐസ് ക്യൂബ് കുറച്ച് നേരമായി പുറത്തെടുത്ത് വെച്ചിട്ട്, കാരണം കുറച്ച് വെള്ളമായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് തണുപ്പും വേണ്ട, ഒരുപാട് തണുപ്പായാൽ ശരിയാവില്ല, അപ്പോൾ കെട്ടുണ്ടാവും. ഇത് മതി ഐസ് ക്യൂബ്. ഇനി ഇതിലേക്ക് ജ്യൂസ് ഒഴിക്കാൻ പോവാണ് ഗ്ലാസ്സിലേക്ക്. ഞാൻ ഗ്ലാസ്സിലേക്ക് ജ്യൂസ് ഒഴിക്കാൻ പോവാണ്. ഇല്ല, അപ്പോൾ അവന് വരുമ്പോഴേക്കും ഞാൻ ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ട്, പോമഗ്രാനൈറ്റ് ജ്യൂസ്. ഞാൻ അവന് വരുമ്പോഴേക്ക് പാത്രത്തിലേക്ക് പാത്രത്തിലേക്ക് ആക്കി വയ്ക്കുകയാണ്. പായസം കണ്ടില്ലേ, അവൽ പായസം. ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ് പായസത്തിന് കുറച്ച്. നല്ല സേമിയ പായസം ചെയ്ത മാതിരി ഉണ്ട്, കണ്ടില്ലേ. പക്ഷേ അവിൽ പായസമാണ്. നല്ല അവന് വേണ്ടിയിട്ട് പോമഗ്രാനൈറ്റ് ജ്യൂസും നമ്മളുടെ അവൽ പായസവും റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ വരുമ്പോൾ നല്ല സന്തോഷമാവും കണ്ടാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ഒരു പ്രാവശ്യം കൂടെ റിക്വസ്റ്റ് ചെയ്യാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കൊടുങ്ക, ലൈക്ക് പണ്ണുക. അയ്യോ തമിഴ് ഇടയിൽ കുറച്ച് തമിഴ് വരുന്നുണ്ട് എനിക്ക്, ഞങ്ങൾ കോയമ്പത്തൂരായതുകൊണ്ടാണ്. എല്ലാവരും എല്ലാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പിന്നെയും പറയുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.